നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷീറ്റ് ഉണങ്ങിക്കൊടുക്കുന്നതാണോ ലാഭം, ബാരലിൽ കൊടുക്കുന്നതാണോ ലാഭം എന്നുള്ളതാണ്. മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് തൊഴിലാളി ക്ഷാമം രൂക്ഷമായതിനാൽ മിക്ക ആൾക്കാരും ടാപ്പ് ചെയ്യാതെ നിർത്തിയിട്ടിരിക്കുകയാണ്. പുതിയ തലമുറ ഇത് ടാപ്പ് ചെയ്യാനോ പഠിക്കുന്നു പോലുമില്ല, അവർക്ക് താല്പര്യമില്ലായ്മയാണ്. ദിവസം 1000 മരം ടാപ്പ് ചെയ്യുന്ന മിക്ക തൊഴിലാളികളും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ഏകദേശം 2000 മുതൽ 3000 രൂപയാണ് ശമ്പളം എടുക്കുന്നത് ഒരു ദിവസം. പ്രത്യേകത പറഞ്ഞാൽ നല്ല ചൂടത്തും മഴയത്തും ഇതിന് ജോലിയില്ല എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ലാത്തപ്പോൾ നല്ല രീതിയിൽ ജോലി ചെയ്താൽ 2000 3000 സമ്പാദിക്കാം. ഇങ്ങനെ വെട്ടി കൊടുക്കുന്ന ഷീറ്റ് നമ്മൾ ബാരലിൽ കൊടുക്കുന്നത് വളരെ അബദ്ധം തന്നെയാണ്. വളരെ വില കുറച്ചാണ് നമ്മുടെ പോകുന്നത്. ഇങ്ങനെ വെട്ടിയെടുത്ത ഷീറ്റ് നമ്മൾ ഉണക്കി കൊടുത്താൽ അതാണ് ഏറ്റവും നല്ലത്. അതായത് ഷീറ്റ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഷീറ്റ് കൊടുക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും. കാരണം ഇത് ട്രേയും മറ്റും ആസിഡും മറ്റും വാങ്ങിക്കേണ്ടി വരും. ഷീറ്റ് അടിച്ച് അയയിട്ട് ഉണക്കുമ്പോൾ ദിവസം 2-3 തവണയെങ്കിലും തിരിച്ചു മറിച്ച് കിട്ടുന്നെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ എളുപ്പത്തിൽ ഉണങ്ങി കിട്ടത്തുള്ളൂ. അതുപോലെ ഷീറ്റ് ഉറച്ചതിന് ശേഷം അടിക്കാൻ പോകുമ്പോൾ ഉള്ളിത്തോല് പോലെ അടിച്ച് കിട്ടിയാൽ ഏറ്റവും നല്ല രീതിയിൽ ഉണങ്ങുകയും ചെയ്യും വെയിലത്ത്. ഇങ്ങനെ ഉണങ്ങുന്ന ഷീറ്റ് ചൂടോടെ ഒരു കാരണവശാലും അടുക്കരുത്. അടുക്കി കഴിഞ്ഞാൽ പൊടി പിടിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയും ചിലർ ഇതിനെ ഇഷ്ടപ്പെടുന്നില്ല ഷീറ്റ്. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ബാരലിലോട്ട് മാറുന്നത്. ബാരലിൽ കൊടുക്കുമ്പോൾ ചിരട്ടയിൽ നിന്ന് നേരിട്ട് കറ ബക്കറ്റിൽ ശേഖരിച്ചതിന് ശേഷം കൊണ്ട് ഒഴിച്ചാൽ മതി, അരിച്ച്. ബാരലിലൊഴിക്കുന്നതിന് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ 2000 രൂപയാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ 2 രൂപയുള്ളൂ. മറ്റേ ഷീറ്റ് അടിച്ച് അയലിടുന്നതിന് 3 രൂപയും. ബാരൽ നിറയുമ്പോൾ ബാരൽ എടുത്തുകൊണ്ട് പോയി അതിൻ്റെ DRC അന്നേരം ഇളവ് കൊടുത്തൊക്കെയാണ് പൈസ പിന്നെ അക്കൗണ്ടിൽ കൊടുക്കുന്നത്. മറ്റേ ഷീറ്റാകുമ്പോൾ ഉണക്കി കഴിഞ്ഞാൽ അന്നേരം കടയിൽ കൊണ്ട് കൊടുത്താൽ അന്നേരം ഉള്ള കമ്പോളവിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഷീറ്റ് അടിച്ച് ഉണക്കി കൊടുക്കാൻ കഴിവുള്ളവർ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കടയിൽ കൊണ്ടുകൊടുക്കാൻ ആളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ റബ്ബർ ഓഫീസുകളിൽ നവംബർ 1 മുതൽ പ്രാബല്യത്തിലായ റബ്ബറിൻ്റെ താങ്ങുവിലയുടെ അനുസരിച്ച് റബ്ബർ ഷീറ്റ് മറ്റും കൊടുക്കുമ്പോൾ റെസിപ്റ്റ് വാങ്ങിച്ച് അവിടെ കൊടുത്താൽ നമുക്ക് താങ്ങുവില 200-ൽ തന്നെ കിട്ടുകയും ചെയ്യും. ഷീറ്റ് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു റെസിപ്റ്റ്, അതായത് GST അംഗീകാരമുള്ളതും കടകളിൽ വേണം മാത്രം കൊടുക്കുവാൻ ഷീറ്റ്. അവിടുന്ന് റെസിപ്റ്റും കരമടച്ച റെസീപ്റ്റ് 2025 റെസിപ്റ്റും കൊണ്ടുകൊടുത്താൽ അവർ പുതുക്കി തരും. അത് പിന്നെ ഗവൺമെൻറ് അത് പൈസ അലോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് വരും. അതായത് ഒരു മാസം 2 ബില്ല് നമുക്ക് കൊടുക്കാം. 1 മുതൽ 15 വരെ ഒരു ബില്ലും 15 മുതൽ 30 വരെ മറ്റൊരു ബില്ലും. അങ്ങനെ മാസത്തിൽ 2 ബില്ലാണ് അവിടെ ഓഫീസിൽ സ്വീകരിക്കുന്നത്. കരമടച്ച റെസിപ്റ്റ് കർശനമായി അവർക്ക് വേണം. ഉൾപ്പം ആധാർ കാർഡും മൊബൈലിൽ അതിൻ്റെ മെസ്സേജ് വരികയും ചെയ്യും പൈസ അക്കൗണ്ടിലെത്തുമ്പോൾ. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്.